ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, പലരും എന്നോട് ചോദിക്കാറുണ്ട്, സർ ഞാനും അവളും തമ്മിൽ നല്ല റിലേഷൻഷിപ്പിലായിരുന്നു, പക്ഷെ എന്തിൻ്റെയൊക്കെയോ പേരിൽ ബ്രേക്കപ്പ് ആയി. പക്ഷേ ഇപ്പോൾ അവൾ എന്നെ മിസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. അതറിയാൻ എന്തെങ്കിലും മാർഗമുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് അതാണ്. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ആദ്യം തന്നെ ഒരു കുറച്ച് സമയത്തേക്കാണെങ്കിലും നിങ്ങളെ കാണണമെന്ന് ആഗ്രഹിക്കുകയും നിങ്ങളെ മീറ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു പോസിറ്റീവായിട്ടുള്ള സൈൻ തന്നെയാണ്. അവൾക്ക് നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്നത് കൊണ്ടാണ് നിന്നെ ഒന്ന് കാണാൻ പറ്റുമോ, ഒരു 5 മിനിറ്റ് നേരത്തേക്ക് അങ്ങനെയൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കുകയോ വിളിക്കുകയോ റിക്വസ്റ്റ് ചെയ്യുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അവൾക്ക് നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഇനി അടുത്തതായിട്ട് പറയുന്നത്, ബ്രേക്കപ്പിന് ശേഷം ഒരു 1 വീക്കൊക്കെ ആകുമ്പോഴേക്കും നിങ്ങൾക്ക് മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ കോൾ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൽ അവരുടെ മിസ് കോൾ കാണാൻ ഇടവരിക, ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും അവർ നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കൺഫേം ചെയ്യാവുന്നതാണ്. ഇനി മൂന്നാമത്തെ പോയിന്റിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപായിട്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ തോട്ടിൻ്റെ പവറിനെ കുറിച്ച് അറിയുമോ? പലപ്പോഴും നമ്മുടെ റിലേഷൻഷിപ്പിൽ ഇഷ്യൂസ് ഉണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മുടെ ചിന്തകൾ തന്നെയായിരിക്കും. അപ്പോൾ ദ സീക്രട്ട് എന്ന് പറയുന്ന പുസ്തകത്തിൽ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്റർ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ, അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും നമ്മുടെ റിലേഷൻഷിപ്പിലൊക്കെ നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാനും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും. അപ്പോൾ ആ പുസ്തകം ഇതുവരെ വായിക്കാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് സൗജന്യമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് ദ സീക്രട്ട് എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒരു മെസ്സേജ് ഇട്ടാൽ മതി, നിങ്ങൾക്ക് സൗജന്യമായിട്ട് അയച്ചു തരുന്നതാണ്. എല്ലാവരും ആ ഒരു പുസ്തകം വായിക്കുക, നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ പ്രോബ്ലംസ് എല്ലാം ഹീൽ ചെയ്യുക. അതുപോലെ തന്നെ മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സൈൻ എന്ന് പറയുന്നത്, എന്തെങ്കിലും ഓൾഡ് മെമ്മറീസ് ഒക്കെ ഉണ്ടെങ്കിൽ, നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്തിട്ടുള്ള മൊമെൻറ്റ്സ് ഒക്കെ, അതിൻ്റെ ഫോട്ടോസോ കാര്യങ്ങളൊക്കെ അവർ സ്റ്റാറ്റസ് ഇടുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അയച്ചു തരികയോ അങ്ങനെ എന്തെങ്കിലും പറയുക, അല്ലെങ്കിൽ നിങ്ങളോട് ഒരു മിനിറ്റോ 2 മിനിറ്റോ ഒക്കെ വിളിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിൽ ആ സമയത്ത് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഓർമ്മപ്പെടുത്തുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ അത്തരം കാര്യങ്ങളെക്കുറിച്ച് ധാരാളം ചിന്തിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നെ അതുപോലെ തന്നെ ബ്രേക്കപ്പ് ആയിട്ടുണ്ടെങ്കിൽ കൂടി എന്തെങ്കിലും ബർത്ത്ഡേ വരുന്ന സമയത്തോ അല്ലെങ്കിൽ ലൈഫിൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട നിമിഷങ്ങൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഡേറ്റ്സ് വരുന്ന സമയത്ത് നിങ്ങളെ വിഷ് ചെയ്യുക. അത് ഓണമാവാം, വിഷു ആവാം, അല്ലെങ്കിൽ ബർത്ത്ഡേ ആവാം, വോട്ട് എവർ ഇറ്റ് ഈസ്. നിങ്ങളെ വിഷ് ചെയ്യാൻ അവർ മറക്കാതിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ബ്രേക്കപ്പിന് ശേഷവും നിങ്ങൾ തമ്മിൽ കോണ്ടാക്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻസിനെ കുറിച്ച് അവർ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ടോ, അത്തരം കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ അതുപോലെ തന്നെ ചില ആളുകളുണ്ട്, അവർ ചോദിക്കും നിന്റെ ലവ് ലൈഫ് എന്താണ്, ഐ മീൻ ഇപ്പം എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടോ, പുതിയ ആരെങ്കിലുമായിട്ട് കണക്ഷൻ ഉണ്ടോ, ഇങ്ങനെയുള്ള രീതിയിലൊക്കെ അവർ ചാറ്റ് ചെയ്യുന്നുണ്ടോ, മെസ്സേജ് അയക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ നോക്കുക. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും അവർ നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാം. പിന്നെ അതുപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മറ്റൊരു പോയിന്റാണ്, അവരുടെ കൂടെ ഒന്ന് പുറത്തേക്ക് വരുമോ, ഒരു ഔട്ടിങ്ങിന് വരുമോ എന്നൊക്കെ ചോദിക്കുക. ഐ മീൻ നമുക്കൊരു സിനിമക്ക് പോയാലോ അല്ലെങ്കിൽ നമുക്കൊരു കോഫി കുടിച്ചാലോ ഒന്ന് മീറ്റ് ചെയ്താലോ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ അതും ഒരു പോസിറ്റീവായിട്ടുള്ള സൈൻ തന്നെയാണ്. അവർ നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അടുത്തൊരു പ്രധാനപ്പെട്ട സൈൻ എന്ന് പറയുന്നത്, സോഷ്യൽ മീഡിയയിൽ അവർ വളരെ ആക്റ്റീവ് ആയിരിക്കും. അഥവാ നിങ്ങൾ ഓൺലൈനിൽ കണ്ടു കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾക്ക് വന്ന് മെസ്സേജ് അയക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഓൺലൈനിൽ ഇരിക്കുന്ന സമയത്തൊക്കെ നിങ്ങളുമായിട്ട് ചാറ്റ് ചെയ്യാൻ താല്പര്യം കാണിക്കുന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പിക്കാം. പിന്നെ അതുപോലെ തന്നെ അവർക്ക് വേറെ എന്തെങ്കിലും പ്രപ്പോസൽസോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒക്കെ ഒരു റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടിട്ട് സമീപിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരതൊക്കെ റിജക്റ്റ് ചെയ്യുക. വേറെ ആരോടും ഒരു താല്പര്യമില്ലാത്തൊരു ആറ്റിറ്റ്യൂഡാണെന്നുണ്ടെങ്കിൽ അതും ഒരു പോസിറ്റീവായിട്ടുള്ള സൈനാണ്. അത് നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ അറിയാൻ ഇട വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഏകദേശം 10ഓളം സൈൻസ് ഞാൻ പറഞ്ഞു. ഈ 10 സൈൻസ് ആ ഒരു പെൺകുട്ടിയിൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവൾ നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്നുണ്ടെന്നുള്ളത് നമുക്ക് കൺഫേം ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഒക്കെ അയച്ചു കൊടുക്കുക. തീർച്ചയായിട്ടും നമുക്ക് പുതിയൊരു എപ്പിസോഡുമായിട്ട്